നമസ്കാരം. ഇന്ന് പരിചയപ്പെടുത്തുന്നത് സഞ്ചിമൃഗം എന്നറിയപ്പെടുന്ന കങ്കാരുവിനെയാണ്. കങ്കാരുവിൻ്റെ ജന്മനാട് ഓസ്ട്രേലിയ ആണ്. ഓസ്ട്രേലിയയുടെ ദേശീയമൃഗവും കങ്കാരുവാണ്. കങ്കാരുവിന് മറ്റൊരു വിശേഷ ബഹുമതി കൂടിയുണ്ട്. ലോകത്തിലെ വലിപ്പം കൂടിയ സഞ്ചിമൃഗമാണ് കങ്കാരു. കങ്കാരു ഒരു വിചിത്ര ജീവിയാണ്. കാരണം കങ്കാരുവിൻ്റെ തല മാനിനെ പോലെയാണ്. അതിന് കൊമ്പില്ല. മനുഷ്യനെ പോലെ തല ഉയർത്തിപ്പിടിച്ചാണ് കങ്കാരുവിൻ്റെ നിൽപ്പ്. ചാടുന്നതോ തവളയെപ്പോലെ. മരങ്ങളിലാണ് കങ്കാരു താമസിക്കുന്നത്. മരത്തിൽ താമസിക്കുന്ന 8 ഇനം കങ്കാരുകൾ ഓസ്ട്രേലിയയിലുണ്ട്. ചാരനിറമുള്ള കങ്കാരുവിനെ ഗംഗാരു എന്നാണ് നാട്ടുകാർ വിളിക്കുന്നത്. ഗംഗാരു എന്നതിനർത്ഥം എനിക്ക് മനസ്സിലായില്ല എന്നാണ്. കങ്കാരുവിൻ്റെ പേര് വന്ന വഴിക്ക് ഒരു കഥയുണ്ട്. പ്രകൃതിശാസ്ത്രജ്ഞനായ ജെയിംസ് കുക്ക് പല സ്ഥലങ്ങളും ചുറ്റിത്തിരിയുന്നതിനിടയിൽ നദീതീരത്ത് ഈ മൃഗത്തെ കാണാനിടയായി. ആ നാട്ടുകാരോട് അദ്ദേഹം അതിൻ്റെ പേര് ചോദിച്ചു. ആ മൃഗത്തിൻ്റെ പേരെന്താണെന്ന് ജെയിംസ് കുക്കിൻ്റെ ചോദ്യത്തിന് അവർ നൽകിയ മറുപടി ഗംഗാരു. ജെയിംസ് കുക്ക് വിചാരിച്ചു ഗംഗാരു എന്നത് മൃഗത്തിൻ്റെ പേരാണ്. എന്നാൽ ആ നാട്ടിലെ ആളുകൾ പറഞ്ഞിരിക്കുന്നത് എനിക്ക് അറിയില്ല എന്നുള്ളതാണ്. എനിക്ക് മനസ്സിലായില്ല എന്നാണ്. അന്നു മുതൽ അത് സഞ്ചിമൃഗം കങ്കാരു എന്ന പേരിൽ അറിയപ്പെടുന്നു. കങ്കാരുവിന് വലിപ്പമുള്ളതും ബലമുള്ളതുമായ പിൻകാലുകളുണ്ട്. കങ്കാരു മറ്റു മൃഗങ്ങളെപ്പോലെ നടന്നല്ല, ഓടുകയാണ് ചെയ്യുന്നത്. തവളയെപ്പോലെ ചാടിച്ചാടിയാണ് അത് ബാലൻസ് ചെയ്ത് സഞ്ചരിക്കുന്നത്. 24 മണിക്കൂർ സ്പീഡിൽ സഞ്ചരിക്കാൻ കങ്കാരുവിന് കഴിയും. ചിലപ്പോൾ ചാട്ടത്തിന് സ്പീഡ് കൂടി മണിക്കൂറിൽ 75 കിലോമീറ്റർ വരെയാകും. ആഹാരം തേടിയുള്ള യാത്രയിലാണ് ഇത് ഊർജ്ജസ്വലനായി നല്ല സ്പീഡിൽ ചാടി നടക്കുന്നത്. ശത്രുവിനെ കണ്ട ഓടി രക്ഷപ്പെടുന്നതിനും വേണ്ടി വന്നാൽ ഈ സഞ്ചിമൃഗത്തിന് നീന്തുന്നതിനും അറിയാം. പിൻകാലുകളുടെ പാദങ്ങൾ വലുതാണ്. കങ്കാരുവിൻ്റെ പിൻകാലുകളിലെ പാദങ്ങൾ എല്ലാ വിരലും ഒരേ വലിപ്പമുള്ളവയല്ല. നീളമുള്ള വിരൽ 4ാമത്തെ വിരലാണ്. ആദ്യത്തെ 3 വിരലുകൾ വളരെ ചെറുതാണ്. അവ ഒന്നിനൊന്ന് ഒട്ടിച്ചേർന്നതുപോലെയാണ് ഇരിക്കുന്നത്. കങ്കാരുവിനെ ചാടാൻ സഹായിക്കുന്നത് 4ാമത്തെ വലിയ വിരലാണ്. 5ാമത്തെ വിരലിന് അത്ര വലിപ്പമില്ല. അത് കങ്കാരു ചാടുമ്പോഴുള്ള ശരീരമർദ്ദത്തെ ക്രമീകരിക്കുവാൻ സഹായിക്കുന്ന വിരലാണ്. ചാടുമ്പോൾ കങ്കാരുവിൻ്റെ ശരീരം ഉയർന്നു താഴുമ്പോൾ വാലും പൊങ്ങുകയും താഴുകയും ചെയ്യുന്നു. അതിനാൽ 5ാമത്തെ കാലിന് തുല്യമാണ് കങ്കാരുവിൻ്റെ വാൽ. പശുവിനെ പോലെ മറ്റ് കന്നുകാലി വർഗ്ഗങ്ങളെപ്പോലെ കങ്കാരുവിൻ്റെ വയറിന് പല അറകളുണ്ട്. ആഹാരം അയവിറക്കുന്ന ശീലവും കങ്കാരുവിനുണ്ട്. കങ്കാരു സസ്യഭുക്കാണ്. ഓരോ ഇനത്തിൽപ്പെട്ട കങ്കാരുവും കഴിക്കുന്ന ആഹാരത്തിൽ വൈവിധ്യമുണ്ട്. പുല്ലുമേയുന്ന സ്വഭാവക്കാരാണ് ഇവയിൽ കൂടുതലും. പുല്ല് ചെത്തിയെടുക്കുവാൻ അനുയോജ്യമായ പല്ലുകളാണ് കങ്കാരുവിനുള്ളത്. വിത്തുകളും ചെറുപഴങ്ങളും കഴിക്കുന്ന കങ്കാരുകളും ഉണ്ട്. പല്ലുകൾ കൊഴിഞ്ഞു പോവുകയും അവ വളരുകയും ചെയ്യാറുണ്ട്. വെള്ളം കുടിക്കുകയാണെങ്കിൽ വളരെ കുറച്ചു മതി. ഇത് മാസങ്ങളോളം വെള്ളം കുടിക്കാതെ ജീവിക്കുവാനും കങ്കാരുവിന് കഴിയും. 60ഓളം ഇനം കങ്കാരുകളാണുള്ളത്. പല ഇനങ്ങളും വലിപ്പത്തിൽ വ്യത്യസ്തമാണ്. പ്രധാന ഇനങ്ങൾ റെഡ് കങ്കാരു, ഈസ്റ്റേൺ ഗ്രേ കങ്കാരു, വെസ്റ്റേൺ ഗ്രേ കങ്കാരു, ആൻറ്റിലോപ്പിയൻ കങ്കാരു എന്നിവയാണ്. കങ്കാരു ഇനത്തിൽ വലിപ്പം കൂടുതൽ റെഡ് കങ്കാരുവിനാണ്. ഏതാണ്ട് 2 മീറ്റർ 6 അടി പൊക്കം.
90 കിലോഗ്രാം ഭാരം ഇവയ്ക്കുണ്ട്. മുൻകാലുകൾ ഉപയോഗിച്ചാണ് കങ്കാരു ചെടികളിലെ ഇലകൾ പറിച്ചു തിന്നുന്നത്. പിൻകാലുകളും നഖങ്ങളും ഉപയോഗിച്ച് സ്വയരക്ഷയ്ക്ക് ശത്രുവിനെ ആക്രമിക്കും. കങ്കാരുവിൻ്റെ ആയുസ് 10 മുതൽ 15 വർഷം വരെയാണ്. രാത്രിയാണ് കങ്കാരു ആഹാരം തേടി ഇറങ്ങുന്നത്. പകൽ സമയം അവയ്ക്ക് വിശ്രമ സമയമാണ്. ദൂരെ നിന്നുള്ള ശബ്ദം പോലും കേൾക്കാൻ കങ്കാരുവിന് കഴിയും. ഒരു ചാട്ടത്തിൽ സ്വന്തം ശരീരത്തിൻ്റെ നീളത്തിൻ്റെ 4 ഇരട്ടി ദൂരം താണ്ടാൻ കങ്കാരുവിന് കഴിയും. പിറന്ന ശേഷം കങ്കാരു കുഞ്ഞുങ്ങൾ ഇഴഞ്ഞ് അമ്മയുടെ സഞ്ചിക്കുള്ളിലേക്ക് നീങ്ങുന്നു. അതിനുള്ളിലെ മുലപ്പാൽ കുടിച്ച് അവ സുരക്ഷിതമായി കഴിയുന്നു. 3 മാസം കഴിഞ്ഞ് ഇടയ്ക്ക് പുറത്തു വരും. ഏകദേശം 8 മാസം കഴിഞ്ഞാണ് പൂർണ്ണമായും സഞ്ചി വിട്ട് പുറത്തു വരുന്നത്. ഇത് കങ്കാരു എന്ന സഞ്ചിമൃഗത്തെ പറ്റിയുള്ള ഒരു ചെറിയ വിവരം. ഇത് ഇത്രമാത്രം. നന്ദി, നമസ്കാരം.